എന്താ നമ്മളായിട്ടെന്ന് ഒരുപാട് സമൂസകളുണ്ട്, പലവിധ സമൂസ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സമൂസയാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ. ഒരുപാട് യാത്രകളുണ്ട്, പിന്നെ എന്നാ എല്ലാവരോടും താങ്ക് യു പറഞ്ഞേക്ക്. വേണോ? വേണ്ട. രണ്ട് വലിയുള്ളി, ഒരു പച്ചമുളക്, 2 കോഴിമുട്ട പുഴുങ്ങിയത്, 1 ഇഞ്ച് വലുപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം, ഒരു 10 പീസ് വെളുത്തുള്ളിയും, കുറച്ച് മല്ലിയിലൻ്റെ തണ്ടും. ഇത് കുറച്ച് മല്ലിയില വേറെ അത് ചെറുതാക്കി അരിയണം. ഞാൻ ഈ എഗ്ഗ് കോഴിമുട്ട ഇതിലാണ് വേവിക്കുന്നത്, കുക്കറിലാണ് വേവിക്കുന്നത്. കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് ഒരു സ്റ്റീം വെക്കുക. ഒരു സ്റ്റീം കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്യുക. അപ്പോൾ അത് ഒരു സ്റ്റീമായിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ ശേഷം എടുക്കുക. ഇതിന് ഞാൻ ഒരു മുട്ട കൊണ്ട് 4 സമൂസ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഹാഫ് മുറിക്കുക. അപ്പോൾ ഒന്നുകൊണ്ട് 4 പീസായിക്കുന്നു. ഇങ്ങനെ 8 പീസായി. ഇനി നമ്മളൊരു മിക്സിയിൽ ജാർ എടുത്തിട്ട് അതിലേക്ക് മല്ലിയിലൻ്റെ തണ്ട് ഇതിലേക്ക് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിടുക. അതിനൊരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. അതിലേക്ക് ഒരു പച്ചമുളക് ഇടുക, പിന്നെ ഒരു 10 പീസ് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും. അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഇതുപോലെ അത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് മസാല ഉണ്ടാക്കണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഒരു 2 വലിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞതാണ് കാണുന്നത്. അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് സ്വല്പം ഉപ്പിടുക. ഉപ്പ് പിന്നെ ലാസ്റ്റ് വീണ്ടും ചെക്ക് ചെയ്യണം. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ആ മിക്സ് ചെയ്ത് അതും ഇടുക. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടുക. പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടുക. വേറെ ഒരു മസാലപ്പൊടികൾ ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ വാടി വരുന്ന സമയത്ത് അതിലേക്ക് മല്ലിയില ഇട്ടിട്ട് അത് ഓഫ് ചെയ്യുക. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മുടെ ഇത് സമൂസ ലീഫ്, ഇത് സ്വിറ്റ്സിൻ്റെ സമൂസ ലീഫാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഇത് ചുറ്റുമെന്ന് പറഞ്ഞിട്ട് ഇതിനിങ്ങനെ ഹോൾ ഉണ്ടാകരുത്. അതിൻ്റെ കോർണറിൽ ആദ്യം സ്വല്പം മസാല അതിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ എഗ്ഗിൻ്റെ ഒരു പീസ് അതിലേക്ക് ഇടുക. ഇനിയിപ്പോൾ ഹാഫ് വെക്കണമെങ്കിൽ ഹാഫ് ഇടും ചെയ്യാം. അപ്പോൾ ഞാനിതൊരു 1/4 ഭാഗം ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല ഇടുക. ഇതിൻ്റെ മടക്കലാണ് ശ്രദ്ധിക്കേണ്ടത്. മടക്കുന്ന സമയത്ത് ആ കോർണറിൽ ഹോൾ ഉണ്ടാവരുത്. ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിങ്ങോട്ട് ഇവിടെ കുറച്ച് മൈദപ്പൊടീൻ്റെ ഇത് ഒട്ടിക്കുക. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഹോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോൾ വെച്ചാൽ എങ്ങനെ അടക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഹോളില്ല, ഇവിടെ ഹോളില്ല, ഇവിടെ സ്വല്പം ഹോളുണ്ട്. അപ്പോൾ ഒരു മൈദപ്പൊടിൻ്റെ സാധനം സ്വല്പം ഇവിടെ അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സംഭവം. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് മടക്കലുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈലിലാണ് എൻ്റെ ഒരു മടക്കലുള്ളത്. അപ്പോൾ ഇതുപോലെ വെക്കുക. ആ മൈദപ്പൊടി സ്വല്പം വെള്ളത്തിൽ കലക്കിയിട്ടാണ് ആ ലിക്വിഡ് ഉണ്ടാക്കുക. ഇതുപോലെ അങ്ങനെ മടക്കി എൻ്റെ ഇവിടെ ഒട്ടിക്കാൻ വേണം, അല്ലെങ്കിൽ അത് പിടുത്തം കിട്ടൂല. ഇപ്പോൾ ഇതിൻ്റെ 3 ഭാഗത്തും ഹോളില്ലാത്തതാണ്. ഇനി നമ്മുടെ ഇതിപ്പോൾ ഒരു 10 പീസാണ് ഇതിലുള്ളത്. അടുപ്പ് കത്തിച്ചിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അത് ഇടുക. ഇപ്പോൾ ഒരു മീഡിയം ചൂടിലാക്കി വെച്ചാൽ മതി. പിന്നെ എണ്ണ അത് ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു 5 പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ കളർ ചേഞ്ച് വരും. ആ സമയത്ത് അത് അങ്ങോട്ടേക്ക് മറിച്ചിട്ടാൽ മതി. ഇപ്പോഴും മീഡിയം ചൂടിൽ വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ പുറംഭാഗം മാത്രമുള്ള വേവേണ്ട ആവശ്യം, ഉള്ളിലുള്ള സംഭവമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ എഗ്ഗ് സമൂസ ഉണ്ടാക്കുക. ഒരുപാട് വെറൈറ്റി സമൂസകളുണ്ട് നമ്മളുടെ ചാനലിൽ. അതൊക്കെ നിങ്ങൾ കാണാൻ ഒരുപാട് യാത്രകളുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.